ഞാൻ വിയറ്റ്നാമിലെത്തിയിട്ട് 3-ാം ദിവസത്തിന്റെ പ്രഭാതമാണിത്. സമയം 7:30. തെരുവ് ഉണരുന്നു. ഹോട്ടലിന് തൊട്ടുമുന്നിലെ തെരുവ് തന്നെയാണിത്. ഇന്നലെ നൈറ്റ് മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന തെരുവ്. രാവിലെയാവട്ടെ അതൊന്നും അറിയാത്ത മട്ടിൽ ആളുകൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് കടകൾ തുറന്നിരിക്കുന്നു. അങ്ങനെ നിൽക്കെ ഒരു കാർ എന്റെ മുന്നിൽ വന്നു നിന്നു. കാറിൽ കയറി യാത്ര തുടങ്ങി. രഞ്ജു വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ ഇന്ന് ദീർഘമായ യാത്രയ്ക്കാണ് പുറപ്പെടുന്നത്. അതിനുവേണ്ടി രഞ്ജുവും ലീവ് എടുത്തിരിക്കുന്നു. ഓൾഡ് ക്വാർട്ടറിന്റെ ഇടത്തെരുവുകളിലൂടെയാണ് കാർ പോകുന്നത്. ഇന്ന് ഞങ്ങൾ ഹൊവാലു എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് ഹൊവാലുവിലേക്ക്. താംകോക്ക്, ബായ്ദിൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകണം. വിയറ്റ്നാമിന്റെ ചരിത്ര പ്രദേശങ്ങളാണതെല്ലാം. ഇന്നലത്തെ യാത്ര വടക്ക് കിഴക്ക് ദിശയിലായിരുന്നു. ഇന്നാകട്ടെ വിയറ്റ്നാമിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. വിയറ്റ്നാമിന്റെ പഴയ തലസ്ഥാനം ഹൊവാലു ആയിരുന്നു. 7:30 മണി ആയിട്ടേ ഉള്ളൂ എന്നതിനാൽ നഗരത്തിലെ തിരക്ക് തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും റോഡുകളിൽ വലിയ തിരക്കാവും. ലോകത്തെവിടെയാണെങ്കിലും തിങ്കളാഴ്ചയുടെ പ്രഭാതം തിരക്കിന്റേതും എന്നാൽ ഒട്ടൊരു വിരസതയുടേതുമാണല്ലോ. ഓൾഡ് ക്വാർട്ടറിന്റെ തെരുവുകളിലൂടെ കാർ കുറേ ദൂരം ഓടി. ട്രാഫിക് തിരക്ക് കൂടുന്നതിന് മുൻപ് ഹാനോയി സിറ്റിയിൽ നിന്നും പുറത്തു കടക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പോവുകയാണ്. സിറ്റി പിന്നിട്ട് തെക്കൻ ഭാഗത്തേക്കുള്ള ഹൈവേയിൽ കയറണം. വലതുവശത്ത് കാണുന്ന കെട്ടിടങ്ങൾ പലതിനും വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഫ്രഞ്ചുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണത്. ഇതെല്ലാം ഓൾഡ് ക്വാർട്ടറിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. തെരുവുകൾ വൃക്ഷനിബിഡമാണ്. അതും ഫ്രഞ്ചുകാരുടെ സംഭാവനയാണെന്ന് പറയാം. കിങ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കുങ് എന്നോ കൊങ് എന്നോ അല്ല. കുങ് എന്ന പേര് ഞാൻ കൃത്യമായി ഉച്ചരിച്ചതിൽ ആൾക്ക് സന്തോഷമായി. മരങ്ങൾ അതിരിടുന്ന തെരുവിലൂടെ യാത്ര തുടരുകയാണ്. ഹാനോയ് സിറ്റി 1940-കൾ മുതൽ കമ്മ്യൂണിസ്റ്റ് വടക്കൻ വിയറ്റ്നാമിന്റെ ആസ്ഥാനമാണ്. ഹോച്ചിമിന്റെ നേതൃത്വത്തിൽ വടക്കൻ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറിയ കാലം മുതൽ ഈ നഗരത്തിനും അത്തരത്തിലുള്ള ഒരു വളർച്ചയുണ്ടായി. ഒന്നായി നിന്ന വിയറ്റ്നാമിലേക്ക് 1700-കളിൽ ഫ്രഞ്ചുകാർ കടന്നുവന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഫ്രഞ്ചുകാർ രാജ്യത്തെ 2ആയി വിഭജിച്ചു. തെക്കൻ വിയറ്റ്നാമിലെ സൈഗോൺ നഗരത്തിലായിരുന്നു അവർ കേന്ദ്രീകരിച്ചത്. ഫ്രഞ്ചുകാരിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്നവരെ ഒന്നിച്ചണിനിരത്താൻ 1940-കളിൽ ഉദിച്ചുയർന്ന വിപ്ലവ നേതാവായിരുന്നു ഹോച്ചിമിൻ. ചൈനയുടെ സഹായത്തോടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്തി വിയറ്റ്നാമിനെ സ്വതന്ത്രമാക്കുകയായിരുന്നു ഹോച്ചിമിന്റെ ലക്ഷ്യം. 2ാം ലോകമഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിപ്ലവത്തിലൂടെ ഹോച്ചിമിൻ വടക്കൻ വിയറ്റ്നാമിന്റെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോഴും തെക്കൻ വിയറ്റ്നാം ഫ്രഞ്ച് സ്വാധീനത്തിലായിരുന്നു. അവർ തെക്കൻ വിയറ്റ്നാമിൽ ഒരു പാവ ഗവൺമെന്റിനെ നിയമിച്ചു. ഇതോടെ ഹോച്ചിമിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഫ്രഞ്ചുകാർക്കെതിരെ യുദ്ധം തുടങ്ങി. 1954-ൽ ജനീവ കരാർ പ്രകാരം വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും വരെ രാജ്യം 2ആയി വിഭജിക്കാനായിരുന്നു ജനീവ കോൺഫറൻസിലെ തീരുമാനം. പിന്നെയാണ് ചരിത്രപ്രസിദ്ധമായ വിയറ്റ്നാം യുദ്ധമുണ്ടാകുന്നത്. പലരുടെയും ധാരണ അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുള്ള യുദ്ധമായിരുന്നു അതെന്നാണ്. ശരിക്കും അത് 2 വിയറ്റ്നാമുകൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഹോച്ചിമിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു യുദ്ധത്തിൽ ഇടപെടുമ്പോൾ അമേരിക്കയുടെ ഗൂഢലക്ഷ്യം. അതിനുവേണ്ടി അവർ തെക്കൻ വിയറ്റ്നാമിനെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് തെക്കൻ വിയറ്റ്നാമിന്റെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായിരുന്ന എൻഗോ ദിയമിനെ അതിനായി കൂട്ടുപിടിക്കുകയും ചെയ്തു. തെക്കൻ വിയറ്റ്നാമിന്റെ പക്കൽ ശക്തമായ സൈന്യമോ ആയുധങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ അമേരിക്ക അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. തെക്കൻ വിയറ്റ്നാമിലെ കൂടി കമ്മ്യൂണിസ്റ്റുകൾ ആ പോരാട്ടത്തിൽ അമേരിക്കയ്ക്കെതിരെ അണിനിരന്നതോടെ
വടക്കൻ വിയറ്റ്നാം വിജയികളായി. കാർ ഇപ്പോൾ CT1 ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. ഹാനോയ് നഗരത്തിൽ നിന്നും തെക്കോട്ട് കിടക്കുന്ന ഹൈവേ. നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ എന്നാണ് ഈ നാട്ടിൽ ഇത് കൂടുതലായും അറിയപ്പെടുന്നത്. ഇടയ്ക്കിടെ ഇക്കാണുന്ന തരം തടാകങ്ങളുണ്ട്. ധാരാളം ജലസംഭരണികളുണ്ട് ഇവിടെ. അതിനപ്പുറം ചെറിയ പട്ടണങ്ങൾ കാണാം. ഹാനോയ് നഗരത്തിന്റെ ഉപഗ്രഹ പട്ടണങ്ങളാണ് അക്കാണുന്നതെല്ലാം. പുതിയ കാലത്ത് ഉയർന്നു വരുന്ന ധാരാളം ബഹുനില കെട്ടിടങ്ങൾ അവിടെയൊക്കെ കാണാം. റോഡിനോട് ചേർന്ന ഭാഗത്ത് കാണുന്നത് ഒരു സെമിത്തേരിയാണ്. ടോൾ റോഡാണിത്. ഈ നല്ല പാതകൾ ഉപയോഗിക്കുന്നതിന് ഇവിടെയും ടോൾ നൽകണം. വലിയ കാർഷിക പ്രദേശങ്ങളാണ് ഹാനോയുടെ പ്രാന്തഭാഗങ്ങൾ. ചെറുതടാകങ്ങൾ ഇവിടെയുമുണ്ട്. പലതും കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനുള്ളതാണ്. കാർ ടോൾ ഗേറ്റിലേക്കെത്തി. നല്ല റോഡ്, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനനുസരിച്ച് ഉയർന്ന ടോൾ. ടോൾ നൽകിയ ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞ് വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഏകീകരിച്ച ശേഷം രാജ്യത്ത് രണ്ട് ആശയങ്ങൾ തമ്മിൽ ഒന്നായതിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. തെക്കൻ വിയറ്റ്നാം ആയിരുന്നു കൂടുതൽ വികസിതം. ധാരാളം വിദേശ സംരംഭങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് അതിനെയെല്ലാം സോഷ്യലിസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയല്ല വടക്കൻ വിയറ്റ്നാമിന്റെ ഭരണാധികാരികൾ ചെയ്തത്. രണ്ടാശയങ്ങളും സമുന്നയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാതയിലൂടെ ഏകീകൃത വിയറ്റ്നാമിനെ അവർ നയിച്ചു. സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തയ്യാറായില്ല. സൈഗോണിലും മറ്റുമുണ്ടായിരുന്ന വ്യവസായങ്ങളെ അതേപടി നിലനിർത്തുകയും സാമ്പത്തിക രംഗം തകരാതിരിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. അതേസമയം വടക്കൻ വിയറ്റ്നാമിലെ ടൂറിസം രംഗത്തും മറ്റും തെക്കൻ വിയറ്റ്നാമിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെയാണ് ഇവിടെ സ്വകാര്യ കമ്പനികൾ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങിയത്. അത് വടക്കൻ വിയറ്റ്നാമിന്റെയും സാമ്പത്തിക നിലയെ സാവധാനം ഉയർത്തി. ചിലയിടത്ത് ഹൈവേയുടെ ഇരുവശത്തും ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. വയലുകൾക്കും ഹൈവേക്കുമിടയിൽ ഒരു കർട്ടൻ എന്നോണം അതങ്ങനെ നിൽക്കുകയാണ്. ഹാ നാം എന്ന പ്രദേശം പിന്നിട്ടാണ് കടന്നുപോകുന്നത്. റെഡ് റിവറിന്റെ ഡെൽറ്റയിലെ വലിയൊരു പ്രൊവിൻസാണ് ഹാ നാം. ഇവിടെ മറ്റൊരു ചെറു പട്ടണഭാഗത്തേക്കെത്തുന്നു. ഫൂലായ് എന്ന പ്രദേശമാണിത്. വലിയ ചരിത്രമുള്ളൊരു പ്രദേശമാണ് ഫൂലായ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഫ്രഞ്ചുകാർ പിടിച്ചെടുക്കുകയും അവരുടെ വലിയ താമസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പ്രദേശം. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. റോമൻ കാത്തലിക് വിശ്വാസികൾ കൂടുതലായുള്ള ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ വലിയ പള്ളികൾ പലയിടത്തും കാണാം. ഇക്കാണുന്നതൊക്കെ അത്തരത്തിലുള്ള കാത്തലിക് ചർച്ചുകളാണ്. ഫ്രഞ്ച് സ്വാധീനത്താൽ റോമൻ കാത്തലിക് സമൂഹം വളർന്നുവന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. നിരവധി വലിയ കത്തീഡ്രലുകളും ബിഷപ്പ് ഹൗസും മറ്റും ഇനിയുള്ള യാത്രയിൽ കാണാം. ചെറിയ പട്ടണത്തിന്റെ ചുറ്റും കൃഷിയിടങ്ങളാണ്. വയലുകളിൽ കുറെ പേർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. ചിലർ ഞാറു പറിക്കുകയാണ്. അത് കറ്റ കെട്ടിവെക്കുന്നു. ഇന്നും വിയറ്റ്നാമിലെ നെൽകൃഷി ഇങ്ങനെയൊക്കെയാണ്. ഞാറുപറിക്കാനും നടാനും കറ്റകെട്ടാനുമെല്ലാം പരമ്പരാഗതമായ രീതികൾ തന്നെയാണ് ഇവർ പിന്തുടരുന്നത്. വഴിയോരത്ത് പണിക്കാർക്ക് സൂപ്പോ മറ്റോ വിൽക്കാൻ നിൽക്കുന്നു ഒരാൾ. പാടത്തുനിന്നും വന്ന ഒരു സ്ത്രീ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു കപ്പ് സൂപ്പ് അവരും വാങ്ങിക്കഴിക്കുന്നു. ഫൂലായ് പ്രദേശത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഇതൊക്കെ. വേറൊരാൾ ഒരു ബൈക്കിൽ വീട്ടുസാമാനങ്ങൾ വിൽക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാർപ്പറ്റും പ്ലാസ്റ്റിക് കസേരയും ക്ലോത്ത് സ്റ്റാൻഡുമെല്ലാം ഉണ്ട്. ഒരു സ്ത്രീ പാടത്തു നിന്നും ശേഖരിച്ച എന്തോ വിള വണ്ടിയിൽ കെട്ടിവെക്കുന്നു. എല്ലാവരും വിയറ്റ്നാമീസ് കൂർബൻ തൊപ്പി ധരിച്ചിട്ടുണ്ട്.
പാടത്ത് അങ്ങിങ്ങായി കുറെ പേർ ഇരുന്ന് ഞാറ് പറിക്കുന്നുണ്ട്. വയലരികിലൂടെ വീണ്ടും യാത്ര തുടർന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാറ് നടാനായി വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന നെൽവയലുകളാണ് ദീർഘദൂരം കാഴ്ച. അതിനെല്ലാം അപ്പുറം ചെറുപട്ടണങ്ങളും ജനവാസ കേന്ദ്രങ്ങളുമുണ്ട്. കേരളത്തിന്റെ കുട്ടനാടൻ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയാണ് ഇവിടെ. ഈ ഭാഗത്തെല്ലാം സെമിത്തേരികൾ പണിയുന്നത് പാടത്തോട് ചേർന്നാണ്. മറ്റൊരിടത്തെത്തിയപ്പോൾ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. അവിടെ വണ്ടി നിർത്തിയിറങ്ങി. ചില വീടുകൾ പാടത്തേക്ക് ഇറക്കി പണിതുകൊണ്ടിരിക്കുന്നു. വയൽ നികത്തിയതാകാം. വയലിലാകട്ടെ സ്ത്രീകൾ പാൻസ് അണിഞ്ഞു നിന്ന് ഞാറു നടുകയാണ്. കൂർബൻ തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിലും മറ്റു വസ്ത്രങ്ങളെല്ലാം മോഡേൺ ആണ്. എത്രയോ നൂറ്റാണ്ടുകളായി നെൽകൃഷിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരുടെ ഇങ്ങേയറ്റത്തെ തലമുറയിൽപ്പെട്ടവരാണ് ഇവർ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ആരംഭത്തിൽ തന്നെ വിയറ്റ്നാമിൽ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കൃഷിയാണ് നെല്ലിന്റേത്. എന്നാൽ ആദ്യകാലത്ത് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് ഗവൺമെന്റിന്റെ കർശന നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത ഭൂമിയിൽ കർഷകർക്ക് കൃഷി ചെയ്യാമെന്നല്ലാതെ അത് കൈമാറ്റം ചെയ്യാനൊന്നും അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1940-കൾ മുതൽ 80-കൾ വരെയുള്ള കാലത്ത് വടക്കൻ വിയറ്റ്നാമിലെ കർഷക കുടുംബങ്ങളിലുള്ളവരെല്ലാം നെൽവയലുകളിലിറങ്ങി പണിയെടുത്തിരുന്നു. കർഷക തൊഴിലാളി എന്ന സങ്കല്പത്തിലുപരിയായി എല്ലാവരും കൃഷിക്കാർ എന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത്. വളരെ ശാസ്ത്രീയമായാണ് ഞാറുനടിയിൽ. ആദ്യം ഒരു ചരട് വലിച്ചുകെട്ടി അതിനൊപ്പിച്ച് ഒരു നിര ഞാറുനടും. തുടർന്ന് ആ കളത്തിനകം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെതാണ് ഞാറു നടന്ന പാടം. അത്യാവശ്യം ഭൂമിയുള്ള ഒരു കർഷകനാണ്. പണി നിർത്തി ഭക്ഷണം കഴിക്കാനായി വീട്ടിൽ പോയിരുന്നതാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഡ്രൈവറാണ് ഇതൊക്കെ പരിഭാഷപ്പെടുത്തിയത്. ഒരു മോപ്പഡുമായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. പാടത്ത് പണിക്കാരെ സഹായിക്കാനായി പോവുകയാണ് അയാൾ. ഇയാളുടെയൊക്കെ ചെറുപ്രായത്തിലായിരിക്കാം വിയറ്റ്നാം യുദ്ധം നടന്നത്. പുതിയ കാലത്ത് നെൽകൃഷി വിയറ്റ്നാമിൽ ഏറെ ലാഭകരമാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് പലവിധ സബ്സിഡികൾ നൽകി വരുന്നുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിച്ച് കയറ്റുമതി കൂട്ടുകയാണ് ലക്ഷ്യം. ഇപ്പോൾ അമേരിക്കയിലേക്കും മെക്സിക്കോയിലേക്കും കാനഡയിലേക്കുമെല്ലാം വിയറ്റ്നാമിൽ നിന്നും അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. യാത്ര തുടർന്നു. പാതയുടെ ഇരുഭാഗത്തും പാടങ്ങളാണ് കാഴ്ച. കടലിൽ നിന്നും അധിക ദൂരെയല്ല ഈ പ്രദേശം. ഇപ്പോൾ വലിയ അളവ് ഭൂമി സ്വന്തമായുള്ള കർഷകരും ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത കർഷക തൊഴിലാളികളും ഇവിടെയുണ്ട്. നിൻബിൻ എന്ന പ്രദേശത്തേക്കെത്തി. നിൻബിനിലും കാണാം വലിയ പള്ളികൾ. നിൻബിൻ പ്രൊവിൻസിന്റെ തലസ്ഥാനമായ പട്ടണമാണ് ഇത്. ഫുക്ലോക്ക് എന്ന വലിയൊരു ഫാക്ടറിയും മറ്റുമുണ്ട് നിൻബിന്നിൽ. പുതിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നിൻബിൻ. വലിയ വ്യവസായ കേന്ദ്രങ്ങൾ തന്നെ ഇവിടെ കാണാം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഫ്രഞ്ചുകാർ ധാരാളമായി വസിച്ചിരുന്ന മറ്റൊരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കത്തോലിക്കർ കൂടുതലുള്ള ഭാഗമാണ്. ഇവിടെ നിന്നും ഒരു പടിപ്പുരയിലേക്ക് കയറുന്നു. താം കോക്ക് എന്ന ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള പാതയാണിത്. വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ് താം കോക്ക്. ആദ്യം ഹൊവാലുവിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇവിടെ നിന്നും വീണ്ടും കുറേ ദൂരം പോകണം ഹൊവാലുവിലേക്ക്. ഡ്രൈവർ കിങ് ആണ് ഇവിടം സന്ദർശിച്ച ശേഷം
പൊവാലുവിലേക്ക് പോകാമെന്ന് നിർദ്ദേശം വെച്ചത്. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു നദിയിലൂടെയുള്ള ബോട്ട് യാത്രയാണ് പ്രധാന ആക്ടിവിറ്റി. ഈ ഇരിക്കുന്നതെല്ലാം തുഴച്ചിലുകാരാണ്. അതാണ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ. അവിടെ ചെന്ന് ഞങ്ങൾ സമീപത്തെ കാഴ്ചകളുടെ വിവരങ്ങളും അന്വേഷിച്ചു. ഞങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്കും അവർ പറയുന്ന ഇംഗ്ലീഷ് ഞങ്ങൾക്കും മനസ്സിലായില്ല. ഇക്കാലത്ത് ഏറ്റവും കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന നാട്ടുകാർ വിയറ്റ്നാംകാരാണ്. ഇതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇവിടെ നിന്നും ഒരു ചെറു ബോട്ടിൽ കയറി നദിയിലൂടെ യാത്ര ചെയ്യാം. ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണത്. നദിയുടെ ഓരങ്ങളിൽ ടൂറിസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം റിസോർട്ടുകളും മറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസം ഹാലോങ് ബേയിൽ കണ്ടതരം ചുണ്ണാമ്പുകല്ലിന്റെ പാറകൾ ഇവിടെ കരയിലുണ്ട്. അതിനു ചുറ്റും നെൽവയലുകളാണ്. നെൽവയലുകൾക്ക് നടുവിലൂടെ ഒഴുകുന്ന ചെറിയൊരു നദിയിലൂടെ വേണം ബോട്ടിൽ പോകാൻ. ഇവിടം സജീവമായി തുടങ്ങുന്നതേയുള്ളൂ. സുവനീർ കടകളിലൊന്നും ആൾ എത്തിയിട്ടില്ല. തൊപ്പിക്കടക്കാരുടെ അരികിലൂടെ നടന്ന് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു കയറി. റെസ്റ്റോറന്റും തുറന്നു വരുന്നതേയുള്ളൂ. പെട്ടെന്ന് പാൻ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ജീവനക്കാർ. ഞങ്ങൾ അതുതന്നെ ഓർഡർ ചെയ്തു. മൈദമാവോ മറ്റോ കുഴച്ചു പരത്തി എണ്ണയിലിട്ടുണ്ടാക്കുന്ന സംഗതിയാണ് പാൻ കേക്ക്. ഒരു സ്ത്രീ ഇവിടെ നിന്ന് അതുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേർക്കും കൂടി ഒരൊറ്റ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. കനമുള്ളൊരു ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം. പാൻ കേക്കിന് പുറത്ത് പഴം അരിഞ്ഞു നിരത്തിവെക്കും. നല്ലോണം പഴം വെച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ. 2 പഴങ്ങൾ അരിഞ്ഞ് പാൻ കേക്കിൽ നിരത്തിവെച്ചു. അതിനുശേഷം വേറൊരു പ്രയോഗമുണ്ട്. ഇത് ചോക്ലേറ്റ് ആണ്. അത് പഴത്തിനു മീതെ തൂവുന്നു. ആകെ മധുരമയമാണ് സംഗതി. അലങ്കാരപ്പണി ഇനിയുമുണ്ടാകും. പാൻ കേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ മേശപ്പുറത്ത് വെച്ചു. അതിനെ 4 കഷ്ണമാക്കി ഞങ്ങൾ 2 പേർക്കും 2 കഷ്ണങ്ങൾ വീതം തന്നു. അവസാനം അതിന്മേൽ തേൻ കൂടി ഒഴിക്കുന്നു. കടക്കാരി തന്നെയാണ് സ്നേഹപൂർവ്വം ഞങ്ങളെ സൽക്കരിക്കുന്നത്. കട്ടിയായ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടി കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. ബോട്ട് ജെട്ടി സജീവമായിരിക്കുന്നു. ഒരാൾക്ക് ബോട്ടിങ്ങിന് 1,20,000 ദോങ് ആണ് ചാർജ്. ഇവരുടെ കറൻസിയായ ദോങ്ങിന് മൂല്യം വളരെ കുറവാണ്. ഞങ്ങൾ 2 പേർക്ക് യാത്ര ചെയ്യാൻ 2,40,000 ദോങ് നൽകണം. തുക ഞെട്ടിക്കുന്നതാണെങ്കിലും നമ്മുടെ 420 രൂപയേ ഉണ്ടാകൂ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് രഞ്ജു വന്നു. 775 നമ്പർ ബോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കയറ്റിവിടാൻ ജെട്ടിയിൽ ഒരാളുണ്ട്. തുഴച്ചിലുകാരായി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ 2 പേരും ബോട്ടിലേക്കു കയറി. ഇദ്ദേഹമാണ് ഞങ്ങളുടെ തുഴക്കാരൻ, ഷിക്കാരി ശംഭുവിന്റെ തൊപ്പിവെച്ച ഒരാൾ. വിയറ്റ്നാമിലെ പുരുഷന്മാരുടെ എല്ലാം തലയിൽ കാണാം ഇത്തരം തൊപ്പി. ഫ്രഞ്ച് കാലത്തിന്റെ ബാക്കിപത്രമായി അവർ ഈ നാട്ടുകാർക്ക് നൽകിപ്പോയതാണ് അതെന്ന് തോന്നുന്നു. താംകോക്കിന്റെ ഈ ഭാഗങ്ങളെല്ലാം വലിയൊരു ടൂറിസം കേന്ദ്രമായി വളർന്നിരിക്കുന്നു. തീരത്ത് റിസോർട്ടുകളും ടൂറിസവുമായി ബന്ധപ്പെട്ട പല കെട്ടിടങ്ങളുമുണ്ട്. ഈ പരിസരത്തുള്ള ഒരു ഗ്രാമത്തിൽ ധാരാളം ഹോം സ്റ്റേകളുമുണ്ട്. ടൂറിസം വലിയ തോതിൽ വളരുന്ന ഒരു പ്രദേശമാണ് താംകോക്ക്. രസകരമായ പ്രദേശം. വൃത്തിയുണ്ട് എന്നതാണ് പ്രധാന കാര്യം. വലിയ അത്ഭുതങ്ങളൊന്നുമില്ലെങ്കിലും നദിയും തീരവുമെല്ലാം വൃത്തിയോടെ കിടക്കുന്നതിന് തന്നെ ഒരു ചന്തമുണ്ട്. പ്രകൃതിയെ സ്വാഭാവികതയോടെ നിലനിർത്തിയിരിക്കുന്നു. തെങ്ങിൻ തോപ്പുകൾ, നല്ല പ്രകൃതി. കേരളത്തിൽ ചുണ്ണാമ്പ് പാറകളുടെ മലയില്ല എന്നതാണ് വ്യത്യാസം. ഇപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. തുഴക്കാരൻ കാലുകൊണ്ടാണ് ബോട്ട് തുഴയുന്നത്.
തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ബോട്ടുകാരനും കാലുകൊണ്ട് തുഴയുകയാണ്. ഒരു കൈ വെറുതെ വെച്ച് മറുകൈയിൽ കുടയും നിവർത്തിപ്പിടിച്ച് അങ്ങനെയിരിക്കുന്നു. ചിലർ ഈ തുഴച്ചിലിനിടയിൽ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്നതും കാണാം. രസകരമായൊരു അനുഭവമാണ് സ്വച്ഛമായ ഈ നദിയിലൂടെയുള്ള യാത്ര. താംകോക്കിൽ കുറെ കാഴ്ചകളുണ്ട്. അതെല്ലാം ഇനിയാണ് കാണാനിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശത്തേക്കാണ് ഇനി സഞ്ചാരം.